గట్టిరా ചങ്ങായിമാരെ, കേരളത്തിലെ ഏറ്റവും വലിയ 2 ചന്തകൾ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരെണ്ണം വാണിയംകുളം ചന്തയാണ്, മറ്റത് കുഴൽമന്ദം ചന്തയാണ്. വാണിയംകുളം ചന്ത എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസവും, അതേപോലെ തന്നെ കുഴൽമന്ദം ചന്ത എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസവുമാണ് പ്രവർത്തിച്ചു വരുന്നത്. രാവിലെ നേരത്തെ ഒരു 5:30-6 മണി മുതൽ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണി 2:30 വരെയൊക്കെ കച്ചവടം തകൃതിയായിട്ട് നടക്കാറുണ്ട്. തലേ ദിവസങ്ങളിൽ തന്നെ കന്നുകാലികളൊക്കെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള കന്നുകാലികളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം വാണിയംകുളം ചന്തയും ശനിയാഴ്ച ദിവസം കുഴൽമന്ദം ചന്തയുമാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ആഴ്ചയിലെ കന്നുകാലികളെയും അതിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഭാഗത്തൊക്കെ ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് കച്ചവടത്തിനായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്, നാടൻ കന്നുകളെ വിൽക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വളർത്താൻ പറ്റിയ രീതിയിലുള്ള പോത്തിൻകുട്ടികളെയാണ് കൂടുതലായിട്ട് കെട്ടിയിട്ടുള്ളത്. ഇറച്ചി ആവശ്യത്തിന് പോകുന്ന വലിയ പോത്തുകളെ ചന്തയുടെ മറ്റൊരു സൈഡിലാണ് കെട്ടിയിട്ടുള്ളത്. ഇത് വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി കുട്ടികളെയൊക്കെ ഈ ഭാഗത്തൊക്കെ നിരത്തി കെട്ടിയിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ആഴ്ചയിൽ ഏകദേശം ഒരു 16,000-17,000 രൂപ മുതൽ ഒരു 1.5 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ 30 രൂപ 35 രൂപ റേഞ്ച് വരെയൊക്കെയാണ് ചന്തയിൽ ഈ ആഴ്ച ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കാങ്ക്രേജിന്റെ അടുത്തപ്പെട്ടിട്ടുള്ള ഒരു പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, ഇറച്ചി ആവശ്യത്തിന് തന്നെയാണ് പോകുള്ളൂ. അതിന്റെ കൊമ്പ് നിലയൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി തന്നേ ഉള്ളൂ. ഇറച്ചി ആവശ്യത്തിന് പോകുന്ന ഒരു കന്നാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു മോരിക്കന്നുണ്ട്. ഈ കാണുന്ന കന്നുകളൊക്കെ ഏകദേശം ഒരു 25 രൂപ മുതൽ 35 രൂപ 38 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്നത് അത്യാവശ്യം ഇറച്ചിക്കാനുള്ള ഒരു കന്നാണ്. അതുപോലെ തന്നെ ഇവിടെ വളർത്താൻ പറ്റിയ ഒരു ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ അറ്റത്ത് നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നതും വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയാണ്. കൂട്ടത്തിൽ നല്ല ക്വാളിറ്റി ഉള്ളത് ഇതായി ആദ്യം നിൽക്കുന്ന കുട്ടിയാണ്. ഇതിനൊക്കെ ചന്തയിൽ 19 രൂപയാണ് അവർ ചോദിച്ച വില. ഈ ഫസ്റ്റിൽ നിൽക്കുന്ന കുട്ടിക്ക് 19 രൂപയാണ് ചോദിച്ച വില. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ്. ചന്തയിൽ അവർ പറയുന്ന വിലകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പറയുന്ന വില കൊടുത്തിട്ട് കന്നുകാലികളെ നമ്മൾ എടുക്കേണ്ടി വരില്ല, നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കണം. അതാണ് ചന്തയിലെ രീതി. ചന്തയിൽ ഫിക്സഡ് ആയിട്ടൊരു പ്രൈസ് ഇല്ല. അവർ ചോദിക്കുന്ന വില, കച്ചവടക്കാർ അവരുടെ വില ചോദിക്കും, നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കണം. അതാണ് ചന്തയിലെ ഒരു രീതി. ഇവിടെ ഈ ഭാഗത്ത് പല ബ്രീഡപ്പെട്ടുള്ള കുട്ടികളുണ്ട്. ഈ അറ്റത്ത് നിൽക്കുന്നത് ഗിയറിന്റെ അണത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് കാങ്കേയത്തിന്റെ അണത്തിൽപ്പെട്ടതും HFന്റെ അണത്തിൽപ്പെട്ടത് ജേഴ്സി അണത്തിൽപ്പെട്ടതൊക്കെ ആയിട്ടുള്ള കുറച്ച് വളർത്തു കുട്ടികളെയാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഹോങ്കോളിന്റെ അണത്തിൽപ്പെട്ടതുണ്ട്, സഹിവാളിന്റെ അണത്തിൽപ്പെട്ടതുണ്ട്, ഗിയറിന്റെ അണത്തിൽപ്പെട്ടതുണ്ട്, HF ക്രോസ് ഉണ്ട്, ജേഴ്സി ക്രോസ് ഉണ്ട്. അങ്ങനെ പല ബ്രീഡപ്പെട്ടിട്ടുള്ള പല വലുപ്പത്തിലുള്ള വളർത്തുകുട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ നിരത്തി കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾ കാളക്കുട്ടികളാണ് കൂടുതലായിട്ട് ഈ കൂട്ടത്തിലുള്ളൂ. പശുക്കുട്ടികൾ ഈ കൂട്ടത്തിലില്ല. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്കൊക്കെ ഏകദേശം 17,000 രൂപ മുതൽ 26,000-28,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചോദിക്കുന്ന വിലകളാണ് പറയുന്നത്, ആ വില കൊടുക്കേണ്ടി വരില്ല. ഇതേപോലെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികൾ ചന്തയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട്. ഒരുപാട് പേര് നല്ല കുട്ടികളൊക്കെ മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട്. ആവശ്യക്കാർ വന്നാൽ കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മേടിക്കാറുള്ളത്. നിർത്തേണ്ട ലെവലിക്ക് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മേടിക്കാറുള്ളത്. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള 2 കുട്ടികളാണ് ഈ കാണുന്നത്. സഹിവാളിന്റെ അടുത്തപ്പെട്ടിട്ടുള്ള 2 കുട്ടികളാണ്. ഈ കാണുന്നത് ഏകദേശം ഒരു 6 മാസം പ്രായമായിട്ടുണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി കുട്ടിയാണ്. ഒറിജിനൽ ബ്രീഡപ്പെട്ടിട്ടുള്ള സഹിവാളിന്റെ അടുത്തപ്പെട്ടുള്ള ഒരു വളർത്തുകുട്ടിയാണ്. ഈ കാണുന്ന വളർത്തുകുട്ടിക്ക് നമ്മൾ 18,000 രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത് വില. അതേപോലെ തന്നെ ഈ കാണുന്നത് ഏകദേശം
1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സഹിവാളിന് എടുത്തപ്പെട്ടുള്ള ഒരു കുട്ടി തന്നെയാണ്. ഈ കാണുന്ന കുട്ടിക്ക് 28,000 രൂപയും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യക്കാരെ എത്രയും പെട്ടെന്ന് വിളിക്കുക. നല്ല ക്വാളിറ്റി ഉള്ള 2 കുട്ടികളാണ്, സഹിവാളിന്റെ ബ്രീഡപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പോത്തിൻകുട്ടികളാണ് കിട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കൂടുതലും ആന്ധ്ര കുട്ടികളാണ്. ആന്ധ്ര കുട്ടികളും വളരുന്ന കുട്ടികൾ തന്നെയാണ്. മുറ ക്രോസ് ബ്രീഡാണെങ്കിൽ ഒന്നുകൂടി കൂടുതൽ വളർച്ച കാണിക്കും. ഈ കൂട്ടത്തിൽ മുറ ക്രോസും ഉണ്ട്, ആന്ധ്ര ബ്രീഡും ഉണ്ട്. കൂടുതലും ആന്ധ്ര ബ്രീഡ് തന്നെയാണ്. എങ്കിലും നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ കൊമ്പുള്ള, ചുരുണ്ട കൊമ്പുള്ള അടിപൊളി കുട്ടികൾ, ക്വാളിറ്റി ഉള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഫാമുകളിൽ നിന്ന് തൂക്കി മേടിക്കുന്നതിനേക്കാളൊക്കെ എന്തായാലും വിലയിൽ ആദായം ചന്തയിൽ നിന്ന് എടുക്കുമുണ്ടാകും. അത് നമ്മൾ നോക്കിയെടുക്കണം. ചന്തയിൽ വന്നിട്ട് നേരിട്ടിട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചന്തയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടം തന്നെയായിരിക്കും. ആദ്യമായിട്ട് വരുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് എടുക്കണം. അതേപോലെ ഇടനിലക്കാർ പറ്റിക്കാതിരിക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആദായം കിട്ടും. ചന്തയിൽ വന്ന് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തിൻകുട്ടികളെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഏകദേശം 1.5 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തിൻകുട്ടികളാണ്. ഏകദേശം 30,000 രൂപ മുതൽ 38,000 രൂപ വരെയൊക്കെയാണ് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾക്കൊക്കെ വില ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചത് ഇതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പ കുറവുള്ള കന്നുകളാണ്. ഏകദേശം 1 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കന്നുകളാണ്. ആ കാണുന്ന കന്നുകൾക്കൊക്കെ ഏകദേശം 22,000 രൂപ മുതൽ 28,000 രൂപ വരെയൊക്കെയാണ് ചോദിച്ചത്. ആ കൂട്ടത്തിൽ നിന്ന് 2 എരുമക്കുട്ടികളെ മാറ്റി കെട്ടിയിട്ടുണ്ട്. വളരെ റയർ ആയിട്ടാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള എരുമക്കുട്ടികൾക്ക് ചന്തയിൽ വരാറുള്ളൂ. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള 2 എരുമക്കുട്ടികളാണ്. ചെറിയ കുട്ടികളാണ്, ഏകദേശം ഒരു 7 മാസം 8 മാസമൊക്കെ പ്രായമായിട്ടുള്ള കുട്ടികളാണ്. ഒരെണ്ണം ഒരു പൊടിക്ക് ചെറുതാണ്, ഒരെണ്ണം അത്യാവശ്യം നല്ല കാൽപ്പൊക്കമുള്ള കന്നാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 2 കുട്ടികളാണ്. ആന്ധ്ര കുട്ടികൾ തന്നെയാണ്, എങ്കിലും നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്. ഈ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം 27 രൂപ 28 രൂപ ഒക്കെ ചന്തയിൽ ചോദിക്കുന്നുണ്ട്. ബാർഗെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ 25ന്റെ താഴെ എന്തായാലും കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തിന് കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ചെറുതും വലുതൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട്. ഓരോന്നിനും ഓരോരോ വിലകളാണ് പറയുന്നത്. ഏകദേശം ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്കൊക്കെ 24,000 രൂപ മുതൽ 32,000 33,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചോദിക്കുന്ന വിലകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീണ്ടും വീണ്ടും ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് നമ്മൾ പറയുന്ന വില കേട്ടിട്ട് ചന്തയിൽ വില കൂടുതലാണ്, നമുക്കിന്ന ഫാമുകളിൽ പോയിട്ട് തൂക്കി മേടിക്കുന്നതായിരിക്കും ആദായം എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ചന്തകളിൽ പറയുന്ന വിലയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആ വില കൊടുക്കേണ്ടി വരില്ല. ഫാമുകളിൽ ത്ലാസിൽ കയറ്റിയിട്ട് എത്രയാണ് തൂക്കിച്ചാൽ അതിനനുസരിച്ചുള്ള വില കൊടുക്കേണ്ടി വരും. അവിടെ ഫിക്സഡ് ആയിട്ട് പ്രൈസ് ആണ്. ചന്തയിൽ അങ്ങനെ ഫിക്സഡ് ആയിട്ട് ഒരു പ്രൈസ് ഇല്ല, ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കണം. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളകളെ കെട്ടിയിട്ടുണ്ട്. ഈ ഫസ്റ്റിൽ നിൽക്കുന്നത് കാങ്കറേജിന്റെ അടുത്തപ്പെട്ടുള്ള ഒരു കാളാണ്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതൊക്കെ ഓങ്കോളിന്റെ അടുത്തപ്പെട്ടുള്ള കന്നുകളാണ്. ഒക്കെ എല്ലാം ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകളാണ്. ഏകദേശം ഒരു 50-55 രൂപ മുതൽ 70-75 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ കൂട്ടത്തിൽ ആ നടുവിൽ നിൽക്കുന്ന ആ കറുപ്പ് നിറത്തിലുള്ള ഓങ്കോളിന്റെ അടുത്തപ്പെട്ടുള്ള കാള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടാറ് കന്നാണ്. ഇതേപോലെ ഒറ്റ നിറത്തിൽ, ബ്ലാക്ക് നിറത്തിൽ ഒറ്റ നിറത്തിലുള്ള കന്നുകളൊക്കെ വളരെ റെയർ ആയിട്ടാണ് ചന്തയിൽ വരാറുള്ളൂ. അതും ഓങ്കോളിന്റെ അടുത്തപ്പെട്ടിട്ടുള്ള ഇതേപോലെ ഒറ്റ നിറത്തിലുള്ള കാള വളരെ അപൂർവമായിട്ടാണ് ചന്തയിൽ വരാറുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള, കാണുമ്പോൾ തന്നെ നല്ല പവർ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കിടിലൻ കന്നാണ്. ഈ കാണുന്ന കന്നിനെ അവർ ചോദിച്ച വില 38,000 രൂപയാണ് ചന്തയിൽ ചോദിക്കുന്ന വില. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ കാണുന്ന കന്നിന്റെ ക്വാളിറ്റിയെ കുറിച്ചും ഇത് എത്ര രൂപ വരെ വില കൊടുത്തിട്ട് എടുക്കാനുള്ള മുതലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ചെറിയ കുറച്ച് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം 17,000 18,000 രൂപ മുതൽ 20,000 22,000 രൂപ വരെയൊക്കെയാണ് ഇതേപോലെയുള്ള പോത്തിൻകുട്ടികൾക്ക് ചന്തയിൽ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് നമുക്ക് 10,000 രൂപക്കും 10,000-ന് താഴെയൊക്കെ പോത്തിൻകുട്ടികളൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. ഇപ്പൊ ചന്തകളിലൊന്നും 10,000 രൂപക്ക് താഴെ വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകളൊന്നും വരുന്നുണ്ടെങ്കിൽ തന്നെ അതും വളരെ റയർ ആയിട്ട് തമിഴ്നാട് ബ്രീഡാണ് ചന്തയിൽ വരാറുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡൊന്നും 10 രൂപക്ക് താഴെയൊന്നും ഇപ്പൊ കിട്ടാനില്ല. ഈ ആഴ്ചത്തെ കന്നുകാലികളുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും മടിക്കണ്ട. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ കൂടെ കൂടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും